എക്സ്ക്യൂസ് മീ മാഡം. മാഡം ആരെ കാണാൻ വന്നതാ? ഞാനിവിടുത്തെ നിധി ടീച്ചറിന്റെ അനിയത്തിയാ. എനിക്ക് ചേച്ചിയോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. ചെല്ലു മാഡം, ടീച്ചർ അവിടെ ഉണ്ട്. താങ്ക് യു. अरे वाह, കൊള്ളാലോ. സമ്പന്നരിൽ സമ്പന്നരായ ഈശ്വരമംഗലത്തെ ഗോപിനാഥന്റെയും പാർവതിയുടെയും മരുമകൾ, 2 തവണ ബിസിനസ്മാനുള്ള എക്സലൻസ് അവാർഡ് വാങ്ങിയ ഗൗതം ഗോപിനാഥിന്റെ ഭാര്യ. ഇതെന്താണ് ഈ കോലം? പക്കറ്റും മോപ്പും ഒക്കെ പിടിച്ച് സമ്പന്ന മരുമകൾ എന്താ ഇവിടെ? എന്തായാലും ഈ യൂണിഫോമിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ എടി നീ സൂപ്പർ ആയിട്ടുണ്ട് മരുമോളെ. സത്യം പറഞ്ഞ ഇപ്പൊ നിധി എന്തുകൊണ്ട് നിനക്ക് ചേരുന്ന ഗെറ്റപ്പ് ഇത് തന്നെയാ. അപ്പോഴത്തെ ആവേശത്തിന് സർവ്വതും ഉപേക്ഷിച്ച് ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിത്തിരിച്ച വാശി കണ്ടപ്പോ, ഇങ്ങനെ അഭിമാനം പണയം വെച്ച ഒരു പണിക്ക് ഇറങ്ങി തിരിച്ച് അന്നത്തെ അന്നത്തിന് വക കണ്ടെത്തേണ്ടി വരുന്ന ഗതികേടിന് നീ എത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നീ ആയ ജോലിയിൽ എത്തിപ്പെട്ടല്ലോ. പറഞ്ഞു ഒരുപാടങ്ങ് കയറി പോവാതടി. ദേ, എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യും. അതിന് നിനക്കെന്താ കുഴപ്പം? എന്തായാലും ഞാൻ ഒരു നേരമെങ്കിലും അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അധ്വാനിച്ചിട്ട് തന്നെയാ. അല്ലാതെ പ്രണയം അഭിനയിച്ച് ആരെയെങ്കിലും വീഴ്ത്തി ചതിച്ച് കല്യാണം കഴിച്ച് ആ ഔദാര്യവും പറ്റി സുഖിച്ച് നാണം കെട്ട ജീവിതം തള്ളി നീക്കുക അല്ല ഞാൻ. ഓ തന്നെ തന്നെ. എന്തായാലും നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട് നിധി. എടി, ഞാൻ വിവാഹം കഴിക്കാനിരുന്ന ഗൗതമനെയല്ലേ നീ ചൂണ്ടിയെടുത്ത് കളഞ്ഞത്? എന്റെ അമ്മോ, കഷ്ടകാലത്തിനെങ്ങാനും ഞാൻ കേറിയ ഗൗതമനെ എങ്ങാനും കെട്ടിപ്പോയിരുന്നെങ്കി എന്റെ ഗതി ഇതേപ്പോ ഇതുപോലെ കട്ട ശോകാകുമായിരുന്നില്ലേ? ഈ ജന്മം മുഴുവൻ നീ എനിക്ക് ചെയ്തെന്ന ഉപകാരത്തിന് നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. നീ വിചാരിച്ചത് കൊണ്ട് ഞാനിപ്പൊ ഈശ്വരമംഗലത്തെ പണക്കാരിയായ ഏക മരുമകളായിട്ട് സുഖിച്ചങ്ങ് ജീവിക്ക. നിധി, എന്തൊരാശ്വാസം എന്നറിയോ? ജീവിതത്തിലെ ആശ്വാസം എന്ന് പറയുന്നത് നീ ഈ പറയുന്ന സമ്പത്തിലും സുഖസൗകര്യങ്ങളിലും ഒന്നും അല്ലെന്ന് മനസ്സിലാക്കാൻ നിനക്കിനിയും ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും ശിവാനി. മനസ്സിൽ നന്മയോടെ ജീവിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ സമ്പത്ത് വേറൊന്നുമില്ല. അറിയോ നിനക്ക്? അവിടെ പ്രഭാഷണം തുടങ്ങി അതിന് മാത്രം ഒരു കുറവുമില്ല. പ്രഭാഷണം തന്നെയാടി. എനിക്കിത് പറയാൻ അവകാശം ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. നിനക്കിപ്പോ ഉണ്ടെന്ന് തോന്നുന്ന ഈ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നിന്റെ പ്രവൃത്തികൾക്ക് ഗൗതം നിനക്കിട്ട് തന്ന ഭിക്ഷയാണെന്ന് നീ കരുതിയാ മതി. ഇവിടെ വന്ന് എന്നെ ഈ വേഷത്തിൽ കണ്ട് 2 ഡയലോഗ് അടിച്ച അതോടെ എന്നെ അങ്ങ് തളർത്തി കളയാവുന്നോ അപമാനിച്ചു കളയാവുന്നോ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ മതി ശിവാനി. ഇതിനൊക്കെ എന്റെ കാൽച്ചുവട്ടിലെ മണ്ണിന്റെ വില പോലും ഞാൻ കൽപ്പിക്കില്ല. നീ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളുണ്ടല്ലോ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കുടുക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ഊരാകുരുക്കുകൾ, അത് തന്നെയായിരിക്കും ശിവാനി നിന്റെ ജീവിതത്തിൽ വിനയായി തീരാൻ പോകുന്നതും. ഞാനില്ലാത്ത നേരത്തിന് ഗൗതമിനെ വന്നു കണ്ട് ഒപ്പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയ കടലാസുകളുടെ രഹസ്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ധരിക്കരുത്. ചെയ്തോ, എന്തൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോ. പക്ഷേ എല്ലാത്തിനും അവസാനം കുറിക്കാനുള്ളൊരു ബോംബ് നീ തന്നെ നിന്റെ വയറ്റിലുണ്ടെന്ന് പ്രചരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ എന്റെ പുറകെ ചുറ്റിക്കറങ്ങുന്ന നേരത്തിന് അതിൽ നിന്ന് തലയുരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കും. നിന്റെ വ്യാമോഹങ്ങളൊക്കെ കൊള്ളാം എന്റെ കൂട്ടുകാരി. പക്ഷേ ഇത് ശിവാനിയ, ഒന്നും നടക്കാൻ പോണില്ല മോളെ. നോക്കിക്കോ, നിന്റെ ശത്രുതയുടെ പേരിലല്ല, പക്ഷേ ആ പാവം പ്രണവിന് വേണ്ടി, അവിടുത്തെ പാർവതി അമ്മയ്ക്ക് വേണ്ടി
നിന്റെ സർവ്വ കള്ളങ്ങളും ഞാൻ പൊളിക്കും. നീ കാത്തിരുന്നു. ഞാൻ എടുത്തു തരാടാ. ഗൗതം ഇപ്പൊ കഴിച്ചു കാണും എന്തോ. ചില സമയത്തൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോ അമ്മയെ വിശക്കുന്നുവെന്ന് അവൻ വിളിച്ചു പറയുന്നത് പോലെ തോന്നും. എന്റെ മോന്റെ ശബ്ദം അപ്പൊ എനിക്ക് കേൾക്കാം. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ ആരെയും കാണില്ല. അപ്പോഴൊരു സങ്കടം ഉണ്ടല്ലോ. എന്റെ ഈശ്വരൻ നെഞ്ചു പൊടിയുന്ന പോലെ തോന്നും. നിധി ഏതോ സ്കൂളിൽ ആയപ്പണിക്ക് പോന്നു അറിഞ്ഞത്. അതിനർത്ഥം അവരുടെ കയ്യിൽ നിത്യവൃത്തിക്ക് പോലും പണമില്ലാന്നല്ലേ? എന്തൊരു ഐക്യത്തോടെ പോയിരുന്ന ഒരു കുടുംബമായിരുന്നു ഇത്. ആര് കണ്ണുവെച്ചിട്ടാണെന്ന് അറിയില്ല. എല്ലാം ചിന്ന ഭിന്നമായില്ലേ? ഇവർക്കിതെന്തിന്റെ കേടാ? ഭക്ഷണത്തിനൊപ്പം സെന്റിമെന്റ്സും കൂടി തള്ളിക്കയറ്റി കൊടുക്കുകയാണല്ലോ. അമ്മേ, സമാധാനമായിട്ടിരിക്കേ. എല്ലാം പഴയപടിയാവും. അതിനൊരുപാട് വൈകത്തില്ല. ഇങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോ തന്നെ എന്തുമാത്രം ആശ്വാസമായി എന്നറിയോ? പക്ഷെ അത് നടക്കുമെന്നുള്ള കാര്യത്തിലെ പേടിയുള്ളടാ മോനെ. എന്റെയും ഗോപിയേട്ടന്റെയും കണ്ണടയുന്നതിന് മുൻപെങ്കിലും മക്കളെല്ലാം ഒരുമിക്കുന്നത് കണ്ടാ മതിയായിരുന്നു. എന്തിനാമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഗൗതമ നിധി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോ ആവശ്യമില്ലാത്ത ആലോചനകളാ മനസ്സില്. എല്ലാ കാലവും അവരെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടുമെന്നാണോ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നത് എങ്ങനെയാ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കയ്യും വീശങ്ങ് ഇറങ്ങിപ്പോയതല്ലേ? പോരാത്തന്നെ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കി രജിസ്റ്റേർഡ് അയച്ചിരിക്കുന്നു. അതുകൊണ്ട് ചേട്ടന് കൊടുക്കണ്ട എന്ന് ഞാൻ യാമിനിയും തീരുമാനിക്കുവോ? അമ്മയോടും അച്ഛനോടും ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട രേഖകൾ ഞാൻ വക്കീലിനെ കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. രേഖയോ? എന്ത് രേഖ? ഈശ്വരമംഗലത്തെ സകല സ്വത്തുക്കൾക്കും ഞങ്ങൾ 3 പേരും ഒരുപോലെ അവകാശികളാണെന്നും ആർക്കും ആരുടെയും ഷെയർ ആവശ്യമില്ല എന്നും ഒരു രേഖ ഞാൻ ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുകയല്ല. ഞാൻ നാളെ തന്നെ അതുമായിട്ട് ഏട്ടനെ കാണും. ഏട്ടനെ കൊണ്ടുപോയി അതിൽ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യും. സത്യമാണോടെ മോനെ? അങ്ങനെ ചെയ്താ നിനക്ക് കോടി പുണ്യം കിട്ടും. പുണ്യോ? വേണ്ടമ്മേ, അതൊക്കെ ഒരു കടമയാ. ആ മനുഷ്യന്റെ അനിയനാ ഞാൻ. ഇപ്പൊ ഞാനിരുന്ന് ഈ കഴിക്കുന്നത് പോലും എന്റെ ചേട്ടന്റെ അധ്വാനത്തിന്റെ ബാക്കിയാ. അതെനിക്ക് എങ്ങനെ മറക്കാൻ പറ്റുമേ? എടാ മോനെ, ഗൗതം ഇത് അംഗീകരിക്കും. അമ്മേ, ഏട്ടന്റെ മുന്നിൽ ചെന്ന് യാമിനിയും കരയും. ആ കാല് പിടിച്ച് ഞാൻ മാപ്പും പറയും. എങ്ങനെയായാലും എന്റെ ഏട്ടനെയും ഏട്ടത്തെയും എനിക്ക് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? നീ കഴിക്കും മോനെ. അമ്മ ധൈര്യമായിട്ട് ഇരിക്കമ്മേ. നാളെ തന്നെ ഏട്ടനെ കാണാൻ വേണ്ടി പോവും. ഗൗതമിന്റെ ജീവിതത്തില് ഇത്രയധികം ദുരന്തങ്ങൾ സംഭവിച്ച വിവരം ഞാൻ അറിഞ്ഞില്ല. ഇതിനിടയ്ക്കൊന്നും ഞാൻ ഗൗതമിനെ വിളിച്ചതുമില്ല. എന്നെക്കാൾ തിരക്കാണല്ലോ ഗൗതമിന്. പഴയ ഫോൺ പോലും ഞാൻ ഉപേക്ഷിച്ചില്ല മഹേഷ് സാറ്. ഒന്നുമില്ലാത്തവനായിട്ടാ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിയത്. 5 പൈസയുടെ വകയില്ലാത്തവനായിട്ട്. ചോദിക്കാനൊരു മടിയുണ്ട്. ദുരഭിമാനം ഏതൊക്കെയായാലും വിട്ടുപോകില്ലല്ലോ. അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ
ഇതുവരെ സുഹൃത്തുക്കളാരെയും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. എന്താവശ്യമുണ്ടെങ്കിലും ഗൗതമൻ എന്നോട് ചോദിച്ചൂടെ? എനിക്കിപ്പോ ഒരാവശ്യം വന്നു. വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന പെണ്ണിനെ പോറ്റാൻ ഒരു ജോലി. ജോലിയോ? ഗൗതം എന്ത് ജോലി ചെയ്യാനാ? ആർ യു സീരിയസ്? യെസ്, വേറെ വഴിയില്ല. നിത്യച്ചിലവുകൾ നടക്കണം, വീട്ടുവാടക കൊടുക്കണം. പണ്ട് ആനപ്പുറത്ത് കയറി എൻ്റെ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് ജോലിയായാലും ചെയ്തേ പറ്റൂ. ഗൗതമൻ എന്തെങ്കിലും ബിസിനസ് ട്രൈ ചെയ്തൂടെ?